സലാം നമസ്തേ. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ്. ഇനി കോഴിക്കോടിന്റെ കാലിക്കറ്റ് എന്ന പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഡൗട്ട് കാണും. പരുത്തി വ്യവസായത്തിന് പേര് കേട്ട ഒരു രാജ്യമാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ അറബികൾ ഇതിനെ കാലിക്കോ എന്ന് വിളിച്ചിരുന്നു. കാലിക്കോ അതിനെ പരിഷ്കരിച്ച് യൂറോപ്യൻകാർ വന്ന് കാലിക്കറ്റ് ആക്കി. എന്തായാലും കാഴ്ചകൾ കൗതുകമുള്ളവാക്കുകയാണ്. തിരക്കേറിയ ഒരു ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഒപ്പം കച്ചവടം പൊടിപിടിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, അറബികരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കോഴിക്കോട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ചരിത്രം സൂചിപ്പിക്കുന്ന ഒരു കഥയും കൂടിയുണ്ട് കേട്ടോ. ഔവായി എന്ന് പറയുന്ന ഒരു ജോനകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദേവിയെ അദ്ദേഹം തപസ് ചെയ്ത് ഇവിടെ വിളിച്ചു വരുത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദേവി ഇവിടെ വരികയുണ്ടായി. ദേവി വന്നതിന് ശേഷം ഈ ഔവായി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിട്ട് മാത്രമേ മടങ്ങി പോകാവൂ എന്ന് ദേവിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ദേവി ഇവിടെ വെയിറ്റ് ചെയ്യുകയും ഔവായി പോയി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദേവിയുടെ ഐശ്വര്യം മുഴുവൻ ഈ ഒരു കോഴിക്കോട് പട്ടണത്തിലുണ്ട്. എന്തായാലും ഇവിടുത്തെ കോഴിക്കോട് ഹലുവ വളരെയധികം ടേസ്റ്റ് ഉള്ളതാക്കുന്ന ഒന്നാണ്. അതൊന്ന് രുചിച്ച് തന്നെ ബാക്കി കാര്യമുള്ളൂ. സോ കം ഓൺ. കോഴിക്കോടൻ ഹൽവയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫേമസും. ഇനി കോഴിക്കോടൻ രുചി തേടിയുള്ള യാത്രയാണ്. കോഴിക്കോടൻ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ ടേസ്റ്റ് ടൈമിന്റെ പാചക പരിപാടി ആ ഒരു ഫസ്റ്റ് കുക്കിംഗ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ടേസ്റ്റ് ടൈം വീണ്ടും കോഴിക്കോടിലാണ്. കോഴിക്കോട് ഇന്ന് പ്രതികൂലമായ കാലാവസ്ഥയാണ്. പുറത്തിറങ്ങിയതെങ്കിലും മഴ പെയ്യും, അപ്പോൾ കുറച്ച് മഴ വീണ്ടും തണുക്കും. എങ്കിലും മഴയെ വകവയ്ക്കാതെ ഒരു ടേസ്റ്റ് ടൈം നടത്താനുള്ള പുറപ്പാടിലാണ്. എന്നോടൊപ്പം സൗജയാണുള്ളത്. സൗജ, ഇന്ന് എന്താണ് ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്? എഗ് ചിക്കൻ ബോൾ. എഗ് ചിക്കൻ ബൗൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം സൗറ? മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇറച്ചി പൊടിച്ചത്, ചിക്കന്, മല്ലിയില, ഇത് പുതിന ഇല, മുട്ട, ഗരം മസാല പൊടി, പച്ചമുളക്, വെല്ലുള്ളി, മുളക് പൊടി, ഓയിൽ, ടൊമാറ്റോ സോസ്, ബ്രെഡ് എന്താണ്, പൊടിച്ചതാണോ? ബ്രെഡ് പൊടിച്ചത്. ഓക്കെ, ഇത് പ്രത്യേകമായിട്ട് ഇതിന് ആവശ്യമുള്ളത് ബ്രെഡ് പൊടിച്ചതാണിത്. ഇതെങ്ങനെ പൊടിച്ചെടുക്കുന്നത്? മിക്സിയിലിട്ട്. അങ്ങനെ തന്നെ മിക്സിയിലിട്ട്, നമ്മുടെ ബ്രെഡ് വാങ്ങിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ വേറൊന്ന് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് ചിക്കനും ഇതിൽ അല്പം പ്രത്യേകമായ രീതിയിലാണ് തയ്യാറാക്കി. ചിക്കൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നത്? മഞ്ഞളും ഉപ്പും വേവിച്ചതാണ്. ഓക്കെ, ചിക്കനെ മഞ്ഞളും ഉപ്പും മല്ലിപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. ആ ചിക്കനാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഒരു കൂട്ടാണ് ഈ കാണുന്നത്. ഇതും ഇതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് കത്തിക്കാം. ആദ്യം എന്താ ചെയ്യണ്ടേ? ഓയിൽ ഒഴിക്കണം. എത്ര ഓയിലാണ് ഒഴിക്കണ്ടേ? 2 സ്പൂൺ മതി. 2 സ്പൂൺ മതി. ചെറുതായിട്ട് അരിഞ്ഞ സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്പം ഉപ്പിടാം. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഏത് കളർ ആവണം സവാള? ഇത് ഒരു ഏകദേശം നല്ലോണം വാടിയാൽ മതി. നല്ലോണം വാടിയാൽ മതി. മാറണ്ട, ഏകദേശം നല്ലോണം വാടിയാൽ മതി. ഇനി എന്താണ് ഇതിലേക്ക്? അരച്ച പേസ്റ്റ് അതിലേക്ക് ഇടാം. അരച്ച പേസ്റ്റ് അതിലേക്ക് ഇടുക. കുറച്ച് മല്ലിയില ഇടുകയാണ്. കറിവേപ്പില, പുതിനയില, ഈ മൂന്നും ഇട്ട് പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. കോഴിക്കോടൻ ഈ ഒരു രീതികളോട് ഭക്ഷണ പ്രിയരാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രത്യേകമായ രുചികൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും കോഴിക്കോടുകാരും മുൻപന്തിയിലാണ്. അപ്പൊ എന്തിലാണ് ഇപ്പം വെജിറ്റേറിയൻ ഐറ്റംസ് ആണോ കൂടുതൽ ഉണ്ടാക്കുന്നത്, നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ആണോ? നോൺ വെജിറ്റേറിയനിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പച്ചമുളക് ഇട്ടാല് ഇതിപ്പോ പച്ചമുളക് ഇട്ട് കൊടുത്തു. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി ഒരു ലേശം. അതിന്റെ ഒരു കണക്ക് പറഞ്ഞാൽ ടീസ്പൂണിലെടുത്തത് ഒരു 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണമെന്നാണ് സൗജ പറയുന്നത്.
ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ നമ്മൾ എന്തെല്ലാം ചേർത്താണ് ചിക്കൻ വേവിച്ചെടുത്തത്? മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി, ഉപ്പ്. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കറി മസാലയും ഇതിൻ്റെ അത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് നേരം ഇളക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു 5 മിനിറ്റ് ഇത് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു മിശ്രിതമാണ് ഈ കാണുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് കോഴിമുട്ട എടുത്തിട്ട് ഇനി പൊതിയാം. കോഴിമുട്ട എടുത്തിട്ട് ഇത് ഗ്യാസ് കത്തിച്ച് ഓയിൽ ഒഴിക്കാം. ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിൽ അത് പൊതിഞ്ഞെടുക്കണം അല്ലേ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓയിൽ ഒന്ന് ചൂടാക്കുക. ആ സമയം കൊണ്ട് നമ്മളിപ്പം ഉണ്ടാക്കിയ ഈ മിശ്രിതത്തിന് ചുറ്റും നമ്മളെ മുട്ടയ്ക്ക് ചുറ്റും ഈ ഒരു മിശ്രിതം വച്ച് പിടിപ്പിക്കുകയാണ്. ബോൾ അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. മുട്ടയെ ഫുള്ളായിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തു. അങ്ങനെ ഒരു പുറത്ത് വന്ന പൊട്ടിത്തെറിക്കും. എഗ്ഗ് മാത്രം. അങ്ങനെ ഓക്കെ, ശരി. എഗ്ഗ്, അതായത് ഈ എഗ്ഗിനെ നമ്മൾ മുട്ടയെ നന്നായിട്ട് ഫുൾ കവർ ചെയ്തില്ലെങ്കിൽ മുട്ടയുടെ ഒരു അംശമെങ്കിലും ഒരു വെള്ള ഭാഗം പുറത്ത് കാണാമെങ്കിൽ പൊട്ടിത്തെറിക്കുമെന്നാണ് സൗജ പറയുന്നത്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ? എത്ര എണ്ണയാണ് ഒഴിക്കേണ്ടത്? ഇതിന്റെ പകുതി ഒഴിച്ചു കൊടുക്കട്ടെ. മതിയോ? ഇനി മുട്ട പൊട്ടിച്ച് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ പുറത്ത് ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബൗള് ഇതിലേക്ക് ഇടുന്നു. ബൗൾ ഇട്ടതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. എന്നിട്ട് ബ്രെഡിന്റെ പൊടി അതിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ഇതായിട്ട് എടുക്കുന്നു. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊരു എത്ര സമയം എടുക്കും വെന്ത് വരാൻ വേണ്ടി? ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് സമയം കൊണ്ട് ഇത് ഒരു വെന്ത് വരികയും ചെയ്യും. വലിയ പൊട്ടിത്തെറികളില്ല. അതുകൊണ്ട് തന്നെ സൗജ എല്ലാ ഭാഗത്തും ഇതിലെ ഒരു മസാല കൂട്ടുകളും അതുപോലെ തന്നെ എല്ലാം മുക്കിയെടുത്തുള്ളതിൽ തെളിവാണ്. അഥവാ ഏതെങ്കിലും ഒരു മുട്ടയുടെ വെളുത്ത ഭാഗം പുറത്ത് കണ്ടാൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എഗ് ചിക്കൻ ബൗള് ഇവിടെ സൗജ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ തയ്യാറാക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ചെയ്യുന്നതിന് സമയം മുമ്പ് നിങ്ങളുടെ കുക്കറി ബുക്കിൽ പകർത്തി വെക്കുക. സൗജ, ഇത് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ടത്? ആദ്യം ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉള്ളി, പച്ചമുളക്, ചപ്പ്, പുതിന, ഈ ഇറച്ചി. ഈ വീട്ടിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. ഇറച്ചി മാത്രം വാങ്ങിയാൽ മതി. കോഴിമുട്ടയും ബ്രെഡ് പൊടിനെക്കാട്ടി നല്ലത് ബ്രെഡ് പൊടിച്ചതാണ്. ബ്രെഡ് പൊടിനെക്കാട്ടി നല്ലത് റസ്ക് പൊടിനെക്കാട്ടി നല്ലത് ബ്രെഡ് പിടിച്ചതാണ്. ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആദ്യം കണ്ടല്ലോ. എണ്ണ എടുത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത കാര്യങ്ങളെന്നെല്ലാം പറയുന്നത് മസാലക്കൂട്ടുകളായ മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല എല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്തു. പണ്ടമാതിരി ഫുള്ളും മാറ്റി എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ വേവിച്ചതും അതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ അടിക്കാം. ഓക്കെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ള് മറിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇത് ഇളക്കി പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. നമ്മൾ എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത ആ ഒരു മിശ്രിതം മുട്ടയുടെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. എഗ് ചിക്കൻ ബോള് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിലെല്ലാം ഡെക്കറേറ്റ് ചെയ്ത ചിക്കൻ ബോൾ ഇവിടെ സൗജ തയ്യാറായി കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ കുക്കറി ബുക്കിലേക്ക് പകർത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്ക് എടുക്കുക. അതിനുശേഷം എഗ് ചിക്കൻ ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എഴുതി വെക്കുക. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ചിക്കനാണ്. ചിക്കൻ എങ്ങനെയുള്ള ചിക്കനാണ് സൗജ?